ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the school is closed for the vacation. Kunnichirtha is in Kerala and her friend Antoinette is now in France, but they still stay connected through text messages. Here is peek at their chat. അതായത് കുഞ്ഞിച്ചിരുത നാട്ടിൽ കേരളത്തിലേക്ക് വന്നു, അതുപോലെ ആൻറ്റോണറ്റ് അവളുടെ നാടായ ഫ്രാൻസിലേക്കും പോയി, അവളുടെ രാജ്യത്തേക്കും പോയി. അപ്പോൾ എന്നാലും അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ടെക്സ്റ്റ് മെസ്സേജിലൂടെ അവർ നടത്തുന്നുണ്ട്. അവരുടെ ചാറ്റാണ് താഴെ തന്നിട്ടുള്ളത്, അത് നമുക്ക് വായിച്ച് നോക്കാം. You wish to hang out with your friend this weekend. How will you plan for it? Sit in pairs and create a chat. അതായത് ഈ വീക്കെൻഡിൽ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് സ്പെൻഡ് ചെയ്യാനും തീരുമാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാവും ആ ഒരു വീക്കെൻഡ് ഡേനെ കുറിച്ചുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു കോൺവെർസേഷനാണ് താഴെ എഴുതാൻ പറയുന്നത്. ഇവിടെ തുടക്കമായിട്ട് തന്നിട്ടുണ്ട് യു ആൻഡ് ഫ്രണ്ട് എന്നാണ്, നിങ്ങളും ഫ്രണ്ടും. യു, ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഫ്രണ്ട്, ഐ ആം നോട്ട് ഷുവർ യെറ്റ്. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? യെസ്. ഇതിൻ്റെ ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ആൻസർ നോക്കാം. ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? അതായത് നിങ്ങൾ ഈ വീക്കെൻഡിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഫ്രണ്ട്, ഐ ആം നോട്ട് ഷുവർ യെറ്റ്. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, നമുക്ക് ഒരുമിച്ച് കൂടണമെന്ന് ചോദിക്കുകയാണ്. യു, യെസ്, ഐ വാസ് തിങ്കിങ് വി കുഡ് ഗോ ടു ദ മാൾ. അതെ, നമുക്ക് മാളിൽ പോകാമെന്ന് നിങ്ങൾ പറയണം. സൗണ്ട്സ് ഗ്രേറ്റ്. വാട്ട് ടൈം ഷുഡ് വി മീറ്റ്? സൗണ്ട്സ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം എന്നുള്ളൊരർത്ഥമാണ്. വാട്ട് ടൈം ഷുഡ് വി മീറ്റ്? ഏത് ടൈം, എപ്പോഴാണ് നമ്മൾ പോവുക എന്നാണ് ചോദിക്കുന്നത്. യു, ഹൗ അബൌട്ട് 11 AM ഓൺ സാറ്റർഡേ? ശനിയാഴ്ച 11 മണിക്ക് പോയാലോ എന്ന് ചോദിക്കണം. ഫ്രണ്ട്, പെർഫെക്റ്റ്. ഷുഡ് വി വാച്ച് എ മൂവി ടു? നമുക്കൊരു സിനിമ കൂടി കണ്ടാലോ എന്ന് ചോദിക്കുകയാണ്. യു, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഐ വിൽ ചെക്ക് വാട്ട്സ് പ്ലേയിങ്. അതൊരു നല്ല ഐഡിയ ആണ്, ഞാൻ ഏത് സിനിമയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയണം. ഫ്രണ്ട്, കൂൾ. ഐ വിൽ ബ്രിങ് സം സ്നാക്സ്. സീ യു ദെൻ. നന്നായിട്ടുണ്ട്, ഞാൻ അന്ന് സ്നാക്സും കൂടെ കയ്യിലെടുക്കാമെന്ന് പറയണം. യു, ഓസം, ഐ കാൺ വെയിറ്റ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൺ. അതായത് നന്നായിരിക്കും, അവർ ദിവസം എൻജോയ് ചെയ്യാം, നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ആൻസർ ക്ലിയർ ആയിട്ടില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് എൻ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട് ആൻറ്റോണറ്റ്. അതായത് വെക്കേഷനിൽ കുഞ്ഞിച്ചിരുതയ്ക്ക് ആൻറ്റോണറ്റിൻ്റെ ഒരു ഇമെയിൽ കിട്ടിയിട്ടുണ്ട്. ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലെറ്റർ അയക്കുന്ന പോലെ തന്നെയാണ്, അത് നമ്മൾ ഓൺലൈനായിട്ട്, അതായത് മെയിലായിട്ട് അയക്കുകയാണ്, അതാണ് ഇമെയിൽ. താഴെ തന്നിട്ടുണ്ട്, അവരുടെ ആ ഒരു മെയിൽ തന്നിട്ടുണ്ട്. ഫ്രം ആൻറ്റോണറ്റ്, ആൻറ്റോണറ്റിൻ്റെ ആ അഡ്രസ്സാണ്, ഇമെയിൽ ഐ ഡിയാണ് തന്നിട്ടുള്ളത്. ടു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിച്ചിരുതയുടെ അഡ്രസ്സും തന്നിട്ടുണ്ട്. ഫ്രം എന്ന് പറഞ്ഞിട്ട് ആരാണോ അയക്കുന്നത് ആ അഡ്രസ്സും, ടു എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ അയക്കുന്നത് ആ അഡ്രസ്സുമാണ് കൊടുക്കുക. ഡിയർ കുഞ്ഞിച്ചിരുത, ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. ഐ ആം ബാക്ക് ഇൻ മാർസിലേസ്. നീ അവിടെ എൻജോയ് ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നു, ഞാൻ മാർസിലേസിൽ എത്തി. ദ വെദർ ഹിയർ ഈസ് ലവ്ലി. ഇവിടെ കാലാവസ്ഥ നന്നായിരിക്കുന്നു. ആൻഡ് ഐ വെൻറ്റ് പെഡൽ ബോർഡിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. പെഡൽ ബോർഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ജലത്തിലൂടെയുള്ള ആ ഒരു ബോട്ട് പോലെയുള്ള ആ ഒരു സാധനത്തിലൂടെയുള്ള യാത്രയാണ്. അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പെഡൽ ബോർഡിങ് ചെയ്തു എന്നാണ് പറയുന്നത്.
ഐ ഫെൽ ഡൗൺ മെനി ടൈംസ് ബട്ട് ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. ഇവൾ കുറേ പ്രാവശ്യം വീണിട്ടുണ്ട്, എന്നാലും അത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു. ഞാൻ ഈ ഒരു ഇമെയിലിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫോട്ടോസും നിനക്ക് അയക്കുന്നുണ്ട്. ഹൗസ് കേരള, കേരളം എങ്ങനെയുണ്ട്? ഐ റിയലി മിസ് യു ആൻഡ് കാൺട്ട് വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വഞ്ചേഴ്സ്. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. നിൻ്റെ കേരളത്തിലെ വിശേഷങ്ങളും അഡ്വഞ്ചേഴ്സും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. സേ ഹായ് ടു യുവർ മോം ഫോർ മീ. നിൻ്റെ അമ്മയോട് ഹായ് പറയൂ, ഞാൻ പറഞ്ഞതായിട്ട് പറയൂ. ടേക്ക് കെയർ, ലവ്, ആൻ്റണറ്റ്. ഇങ്ങനെയാണ് മെയിൽ അയച്ചിട്ടുള്ളത്. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. ഷി ബിഗൻ ടു ടൈപ്പ് എ റിപ്ലൈ. ക്യാൻ യു ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ദ മെയിൽ. അതായത് ആൻ്റണറ്റ് അയച്ച മെയിലിന് റിപ്ലൈ ആയിട്ട്, മറുപടി ആയിട്ട് കുഞ്ഞിച്ചിരുത ഒരു മെയിൽ അയക്കുകയാണ്. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ആണ് നമ്മളോട് എഴുതാൻ പറയുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് കുഞ്ഞിച്ചിരുതയുടെ റിപ്ലൈ മെയിൽ നമുക്ക് നോക്കാം. ഫ്രം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിച്ചിരുതയുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ടു എന്ന് പറഞ്ഞിട്ട് ആൻ്റണറ്റിൻ്റെ മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. ഡിയർ ആൻ്റണറ്റ്, ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. നിൻ്റെ മെയിൽ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയി. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. ഇതെന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. കേരള ഈസ് ബ്യൂട്ടിഫുൾ ഡ്യൂറിങ് ദിസ് സീസൺ. ഈ ഒരു സീസണിൽ കേരളം വളരെ സുന്ദരമാണ്. ഐ വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു മൂന്നാർ വിത്ത് മൈ കസിൻസ് ആൻഡ്. ഞാൻ എൻ്റെ ഫാമിലിയുടെയും കസിൻസിൻ്റെയൊക്കെ കൂടെ മൂന്നാറിൽ ഒരു ട്രിപ്പ് പോയി. ദ ഹിൽസ് were covered with mist. മൂന്നാറിലെ കുന്നുകളെല്ലാം മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട്, കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ഹാഡ് സോ മച്ച് ഫൺ ട്രെക്കിംഗ് ആൻഡ് പ്ലേയിങ് ഗെയിംസ്. ഞങ്ങൾക്ക് ഒരുപാട് രസകരമായ ട്രെക്കിങ്ങും അതുപോലെ തന്നെ രസകരമായ ഗെയിമുകളും ഒക്കെ ഞങ്ങൾ ചെയ്തു. ഐ ഓൾസോ വിസിറ്റഡ് മൈ ഗ്രാൻഡ് പാരൻസ് ആൻഡ് ഹെൽപ്ഡ് ദം ഇൻ ദ ഗാർഡൻ. ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെയും വിസിറ്റ് ചെയ്തു, അവരെ ഗാർഡനിലൊക്കെ സഹായിക്കുകയും ചെയ്തു. യുവർ പെഡൽ ബോർഡിങ് അഡ്വഞ്ചേഴ്സ് സൗണ്ട്സ് ത്രില്ലിങ്. നിൻ്റെ പെഡൽ ബോർഡിങ്ങിൻ്റെ ചിത്രങ്ങളെല്ലാം കണ്ടു, അത് വളരെ ത്രില്ലിങ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഐ ഹാഡ് ലവ് ടു സീ ദ ഫോട്ടോസ് യു അറ്റാച്ച്ഡ്. ആ ഫോട്ടോസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഐ മിസ് യു ടു. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ കാൺട്ട് വെയിറ്റ് ടു മീറ്റ് യു അഗെയിൻ ആൻഡ് ഷെയർ മോർ സ്റ്റോറീസ്. എനിക്കും ഞാനും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിൻ്റെ കൂടുതൽ സ്റ്റോറികളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. സേ ഹലോ ടു യുവർ ഫാമിലി ഫ്രം മീ. നിൻ്റെ ഫാമിലിയോട് എൻ്റെ അന്വേഷണം പറയാനാണ് പറയുന്നത്. ടേക്ക് കെയർ, ലവ്, കുഞ്ഞിച്ചിരുത. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. നമ്മുടെ സ്റ്റോറിയിൽ തന്നെ ഒരു പാട്ടാണ് താഴെ തന്നിട്ടുള്ളത്. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ്ഡ് ടു ഇമിഗ്രൻ്റ് ഫാമിലീസ്. പകുതിയോളം കുട്ടികൾ പല രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. ദർ ആർ സ്റ്റുഡൻസ് ഫ്രം കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്ത് ആൻഡ് ചൈന. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. The term Indian denotes someone from India. Here is a list of such words for people from different countries. അതായത് അവരുടെ ക്ലാസ്സിൽ പല രാജ്യങ്ങളിൽ നിന്നും വന്ന കുട്ടികളുണ്ടെന്ന് പറയുന്നു. ഇവിടെ ഇന്ത്യൻ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഓരോ രാജ്യത്തു നിന്നും വരുന്ന ആളുകളെ പറയാൻ വേണ്ടിയിട്ട് ഓരോ വേർഡ്സാണ് ഉപയോഗിക്കുക. ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളെ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ഓരോ രാജ്യത്തു നിന്നും വരുന്ന ആളുകളെ പ്രത്യേക വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പറയുക. താഴെ അതിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. കാനഡയിൽ നിന്ന് വരുന്ന ആളുകളെ കനേഡിയൻ എന്നും, ചൈനയിൽ നിന്ന് വരുന്ന ആളുകളെ ചൈനീസ് എന്നും പറയുന്നു. ഈജിപ്തിൽ നിന്ന് വരുന്ന ആളുകളെ ഈജിപ്ഷ്യൻ എന്നും, ജപ്പാനിൽ നിന്ന് വരുന്ന ആളുകളെ ജപ്പാനീസ് എന്നും, മെക്സിക്കോയിൽ നിന്ന് വരുന്ന ആളുകളെ മെക്സിക്കൻ എന്നും പറയുന്നു. അതുപോലെ താഴെ തന്നിട്ടുള്ള ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി, UAE എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ എന്താണ് പറയാനുള്ളത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്.
തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ തന്നിട്ടുള്ളത്. അതിൽ ഫ്രാൻസിൽ നിന്ന് വരുന്ന ആളുകളെ ഫ്രഞ്ച് എന്നും, സ്പെയിനിൽ നിന്ന് വരുന്ന ആളുകളെ സ്പാനിഷ് എന്നും, ജർമ്മനിയിൽ നിന്ന് വരുന്ന ആളുകളെ ജർമ്മൻ എന്നും, UAE നിന്ന് വരുന്ന ആളുകളെ എമിറാറ്റി എന്നും പറയുന്നു. തേർഡ് ക്വസ്റ്റ്യനിൽ തന്നെ ബി പാർട്ടായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. ക്യാൻ യു ആഡ് മോർ ടു ദിസ് ലിസ്റ്റ്? ഈ ലിസ്റ്റിൽ കൂടുതൽ രാജ്യങ്ങളും അവിടുന്ന് വരുന്ന ആളുകളുടെ പേരും ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളെ ഇന്ത്യൻ എന്ന് പറയുന്നു. ഇറ്റലിയിൽ നിന്ന് വരുന്ന ആളുകളെ ഇറ്റാലിയൻ എന്ന് പറയുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ആളുകളെ ഓസ്ട്രേലിയൻ എന്ന് പറയുന്നു. ബ്രസീലിൽ നിന്ന് വരുന്ന ആളുകളെ ബ്രസീലിയൻ എന്ന് പറയുന്നു. റഷ്യയിൽ നിന്ന് വരുന്ന ആളുകളെ റഷ്യൻ എന്ന് പറയുന്നു. തായ്ലാൻഡിൽ നിന്ന് വരുന്ന ആളുകളെ തായ് എന്ന് പറയുന്നു. സൗത്ത് കൊറിയയിൽ നിന്ന് വരുന്ന ആളുകളെ കൊറിയൻ എന്ന് പറയുന്നു. തുർക്കിയിൽ നിന്ന് വരുന്ന ആളുകളെ തുർക്കിഷ് എന്ന് പറയുന്നു. യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് വരുന്ന ആളുകളെ ബ്രിട്ടീഷ് എന്ന് പറയുന്നു. നൈജീരിയയിൽ നിന്ന് വരുന്ന ആളുകളെ നൈജീരിയ എന്ന് പറയുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.